കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. പ്രിയമുള്ളവർ, ഇവിടെ അപ്പോസ്തലനായ പൗലോസിൻ്റെ അരുമശിഷ്യനായ തിമോഥെയോസിന് ലേഖനം എഴുതും പറയാണ്, നീ അത് വിട്ടോടണം. ഒന്ന് വിട്ടോടുക, മറ്റൊന്നിനെ പിന്തുടരുക. അതാണ് ഇവിടെ പൗലോസ് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന് വിട്ടോടുക, മറ്റൊന്നിനെ പിന്തുടരുക. എന്താണ് വിട്ടോടേണ്ടത്? മുകളിലത്തെ വാക്യങ്ങളിൽ വായിക്കുമ്പോൾ വളരെ വളരെ വ്യക്തമായി നമുക്കറിയാം. ദ്രവ്യാഗ്രഹം വിട്ടോടുക. ദ്രവ്യാഗ്രഹം വിട്ടോടണം ദൈവമക്കൾ എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് തരും. നമുക്ക് വേണ്ട എല്ലാ നന്മയും കർത്താവ് തരും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിൻപറ്റും എന്നാണ് തിരുവചനം. അത് ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി മുഴുവൻ, അവർക്ക് ആവശ്യമുള്ള സമ്പത്ത് മുഴുവൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മളെ പിൻപറ്റിക്കൊണ്ടിരിക്കും. നമ്മൾ അവയെ പിൻപറ്റേണ്ടതില്ല. അതുകൊണ്ടാണ് ദ്രവ്യാഗ്രഹം വിട്ടോടണം. സകല മനുഷ്യരും, ലോകത്തിലെ സകല മനുഷ്യരും പണത്തിൻ്റെ പുറകെ ഓടുമ്പോൾ കർത്താവ് നമ്മോട് പറയുകയാണ്, ദൈവത്തിൻ്റെ മക്കൾ പണത്തിൻ്റെ പുറകെ ഓടേണ്ടവരല്ല, പകരം അവർ ദൈവത്തിൻ്റെ പുറകെ ഓടേണ്ടവരാണ്. അത് കർത്താവിൻ്റെ പുറകെ ജീവിക്കേണ്ടവരാണ്. കർത്താവിൻ്റെ മുഖത്ത് നോക്കി ജീവിക്കേണ്ടവരാണ് ദൈവമക്കൾ എന്നാണ് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. അപ്പോൾ ദ്രവ്യാഗ്രഹം വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ നാം പിന്തുടരണം എന്നാണ് വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ വാക്യം ആരംഭിക്കുന്നത് നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. പ്രിയമുള്ളവർ, എത്ര മനോഹരമായിട്ടാണ് അവിടെ വിളിക്കുന്നത്, ദൈവത്തിൻ്റെ മനുഷ്യൻ. എന്നെ നിങ്ങളെ കർത്താവ് ആഗ്രഹിക്കുന്നത്, എന്നെ നിങ്ങളെ കർത്താവ് വിളിക്കുന്നത് ദൈവത്തിൻ്റെ മനുഷ്യനെന്നാണ്. ചിലപ്പോൾ നമ്മൾ പറയട്ടെ, നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ചില രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചൊക്കെ പറയും, അവർ മുഖ്യമന്ത്രിയുടെ ആളാണ്, അല്ലെങ്കിൽ അവർ പ്രധാനമന്ത്രിയുടെ ആളാണ്, അവർ ഇന്നയാളുടെ ആളാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ കർത്താവ് നമ്മളെക്കുറിച്ച് അറിയാം, നാം ദൈവത്തിൻ്റെ ആളാണ്. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. പ്രിയമുള്ളവരെ, ആ ദൈവത്തിൻ്റെ മനുഷ്യനാണെന്നുള്ള ദൈവത്തിൻ്റെ അഡ്രസ്സിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ലോകത്തിൽ നമ്മൾ അറിയപ്പെടുന്നത് ദൈവത്തിൻ്റെ അഡ്രസ്സിലാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ പിൻപറ്റുന്ന, യേശുവിനെ കർത്താവായി സ്വീകരിച്ച എല്ലാവരുടെയും മേൽ അഡ്രസ്സ്, അത് ദൈവത്തിൻ്റെ അഡ്രസ്സാണ് ഉള്ളത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളൊന്നിനെയും പേടിക്കണ്ട. നിങ്ങളുടെ മേലൊരു അഡ്രസ്സുണ്ട്, അത് ദൈവത്തിൻ്റെ അഡ്രസ്സാണ്. നിങ്ങളുടെ അഡ്രസ്സ് യേശുവിൻ്റെതായതുകൊണ്ട്, യേശുവിൻ്റെ മകനായതുകൊണ്ട്, യേശുവിൻ്റെ മകളായതുകൊണ്ട് നീ പോകുന്നിടത്തെല്ലാം ആ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ പോരും. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കർത്താവ് ഇടയാക്കും. അതുകൊണ്ട് നമുക്ക് വളരെ ആത്മാർത്ഥമായി നമുക്കൊന്ന് ആഗ്രഹിക്കാം, ഇന്നും കർത്താവിൻ്റെ മക്കളായി ജീവിക്കാൻ കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ മനുഷ്യനായി ജീവിക്കാൻ കർത്താവ് ഇന്ന് പകൽ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.